തൊണ്ണൂറുകളിൽ തമിഴ് മലയാളം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന നടിയായിരുന്നു സുകന്യ രമേശ് എന്ന സുകന്യ. ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും സ്ക്രീൻ ഷെയർ ചെയ്ത നായിക. അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും വിജയം. ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ സഹനടി റോളുകളിലും മറ്റും പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ട്. 2024 ശക്തി IPS എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും മിനിസ്ക്രീനിലേക്ക് തിരിച്ചെത്തിയത്. സുകന്യയും കുപ്രസിദ്ധ കള്ളക്കടത്തുകാരനും വേട്ടക്കാരനുമായ വീരപ്പനും ഉൾപ്പെട്ട 30 വർഷം പഴക്കമുള്ള കേസിൽ മദ്രാസ് ഹൈക്കോടതി അടുത്തിടെ പുറപ്പെടുവിപ്പിച്ച സുപ്രധാന വിധിയെ തുടർന്ന് സുകന്യ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. 1996 സൺ TV സംപ്രേഷണം ചെയ്ത വീരപ്പന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. അഭിമുഖത്തിൽ സുകന്യയെക്കുറിച്ച് വീരപ്പൻ പറഞ്ഞ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് മുൻപ് പരിശോധിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാൻ സൺ TV തയ്യാറായില്ല എന്നതാണ് കേസ് ഇപ്പോൾ സുകന്യയ്ക്ക് അനുകൂലമായി വരാൻ പ്രധാന കാരണങ്ങളിലൊന്ന്. മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ മകനുമായി സുകന്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വിവാദമായി മാറിയ അഭിമുഖത്തിൽ വീരപ്പൻ പറഞ്ഞത്. അഭിമുഖം ചർച്ചയായതോടെ സുകന്യ നിയമപരമായി നീങ്ങി. കേസിൽ സുകന്യയ്ക്ക് അനുകൂലമായി വിധി വന്നു. 10 ലക്ഷം രൂപ സൺ TV നടിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നായിരുന്നു വിധി. ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം കീഴ്ക്കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരും നക്കീരൻ മാസികയുടെ എഡിറ്ററുമായ R രാജഗോപാൽ അഥവാ നക്കീരൻ ഗോപാൽ നടത്തിയ അഭിമുഖമാണ് സൺ TV 1996 സംപ്രേഷണം ചെയ്തത്. അന്ന് സുകന്യയുടെ സിനിമാ ജീവിതം ഉന്നതിയിൽ നിൽക്കുകയായിരുന്നു. വീരപ്പൻ നടത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും തന്റെ അന്തസ്സിനെയും വ്യക്തിത്വത്തെയും മുറിവേൽപ്പിക്കുന്നതാണെന്നും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുസമൂഹത്തിനുമിടയിൽ തന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ദോഷമുണ്ടാക്കിയെന്നും കാണിച്ചാണ് സുകന്യ കോടതിയെ സമീപിച്ചത്. 1996 കേസ് ആരംഭിച്ചത്. പ്രോഗ്രാം എഡിറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം സൺ TVക്ക് ഉണ്ടായിരുന്നു. അഭിമുഖത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ചാനലിന് സാധിക്കുമായിരുന്നു. എന്നാൽ ചാനൽ അതിന് തയ്യാറായില്ല. ചാനലിന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ കോടതി രൂക്ഷമായി വിമർശിച്ചു. ചാനൽ പ്രോഗ്രാമിന്റെ റേറ്റിംഗ് മാത്രമാണ് ആഗ്രഹിച്ചത്. കൃത്യമായി പരിശോധനയില്ലാതെയാണ് അഭിമുഖം സംപ്രേഷണം ചെയ്തതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇത് സംപ്രേഷണ രംഗത്തെ ചാനലിന്റെ വലിയ വീഴ്ചയാണെന്ന് കോടതി നിരീക്ഷിച്ചു. ചാനൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചത് ഒരു മാസികയിലൂടെയാണ്. സ്വന്തം TV ചാനലിലൂടെ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല. ഇത് മതിയായ നടപടിയല്ലെന്ന് കോടതി വിലയിരുത്തി. സമാനമായി മാധ്യമത്തിലൂടെ തന്നെ ഖേദം അറിയിക്കണമായിരുന്നു. ഇതിനുള്ള വ്യക്തമായ മറുപടി ചാനലിന് കോടതിയിൽ നൽകാൻ സാധിച്ചില്ല. ഒടുവിൽ സത്യം ജയിച്ചു. സുകന്യ ഇപ്പോൾ തമിഴകത്തിൽ പെൺപുലിയാണ്.